എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓരോ ദിവസത്തെയും വാർത്തകൾ കേൾക്കുമ്പോഴുണ്ടല്ലോ പേടിയാവുകയാണ്, ഞെട്ടിപ്പോവുകയാണ്. ഇതെന്തൊരു വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ആരാണ് ഉത്തരവാദി? ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? മറ്റൊന്നുമല്ല, ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു, കാമുകൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടി പ്രണയം നിരസിച്ചതുകൊണ്ട് കാമുകൻ കൊത്തിയരിഞ്ഞു. അതല്ലെന്നുണ്ടെങ്കിൽ എന്താ ഇതുപോലെയുള്ള വൃത്തികെട്ട വൈകൃതം നിറഞ്ഞ തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും സെക്കൻഡ് ഇടവിട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ആക്കാനായിട്ടിരിക്കുന്നവരുണ്ട് നമ്മുടെ ഭരണാധികാരികൾ. നമുക്ക് അങ്ങനെ തന്നെ എടുത്തു തന്നെ പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ജനാധിപത്യ രാജ്യമായതുകൊണ്ടും നമ്മളാൽ തിരഞ്ഞെടുത്ത ആളുകളാണ് ഭരണചക്രം തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് തുറന്നു പറയാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ തുറന്നു പറയാം. അത് മറ്റാരെയും വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ല. പക്ഷേ വളരെ വേദന തോന്നിക്കുന്ന തരത്തിലുള്ള ഓരോരോ വാർത്തകൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരോടാണ് പരാതി പറയുക? ആരെയാണ് കുറ്റപ്പെടുത്തുക? ഞാൻ തീർച്ചയായും നമ്മുടെ നിയമ സംവിധാനങ്ങളെ മാത്രമേ കുറ്റപ്പെടുത്തത്തുള്ളൂ. കാരണം എന്ത് തെറ്റ് ചെയ്താലും എന്താണ് ശിക്ഷ? കുറച്ച് നാൾ ജയിലിൽ കിടക്കാം. അവിടെ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഫുഡല്ലെന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ വീഡിയോയിൽ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, അവിടെ ജോലിയുണ്ട്. ഇറങ്ങുമ്പോൾ ചെറിയൊരു ശമ്പളവും അവിടെ നിന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ആർക്കും ആരെയും ഒരു പേടിയില്ല. പിന്നെ പൈസ കയ്യിലുള്ളവനാണെങ്കിൽ പിന്നെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഗുണ്ടകളെ പോലും സംരക്ഷിക്കുന്ന കാലഘട്ടമാണിത് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആർക്കും ആരെയും പേടിയില്ലാത്തതിന് നമ്മുടെ നിയമ വ്യവസ്ഥ തന്നെയാണ് ഉത്തരവാദി എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ മാറി നിന്ന് കൈ കഴുകാനൊന്നും പറ്റില്ല. നല്ലൊരു ശക്തമായിട്ടുള്ളൊരു നിയമം കൊണ്ടുവരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഒന്ന് ഓർത്തു നോക്കൂ. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് നമ്മളെ ഇതുപോലെയുള്ള ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കാതെ പോകുന്നത്? ക്രിമിനലുകളെ വളർത്താൻ വേണ്ടിയിട്ടാണോ നിയമം? അല്ലല്ലോ. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ജീവിക്കണം, ഭയം കൂടാതെ ജീവിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പോലും മുറിക്കകത്ത്, വീടിനകത്ത് സ്വന്തം കരമടച്ച് കൊടുക്കുന്ന വീടിനകത്ത് സുരക്ഷിതരല്ല. അവിടെ വന്നിട്ടാണ് കഴുകൻ്റെ കണ്ണും കൊണ്ട് വന്നിട്ട് പാവം നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് ഓരോരുത്തന്മാരും. വീട് ചവിട്ടിപ്പൊളിച്ച്, വാതിൽ ചവിട്ടിപ്പൊളിച്ച് പെൺകുഞ്ഞിനെ ഉപദ്രവിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നടന്നിട്ട് ഒരു മാസത്തിനകത്തേ ആവുന്നുള്ളൂ. ഞാനത് വീഡിയോയും ഇട്ടതാണ്. അപ്പോൾ അതിന് പോലും ആർക്കും പേടിയില്ല. സ്വന്തം വീട്ടിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഫാഷൻ എന്ന് പറയുന്നത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇപ്പോൾ ഭാര്യയെ ഭർത്താവായാലും ഒരു മടിയില്ല, ഒരു പേടിയില്ല അങ്ങനെ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ നിയമത്തിന് പേടിയില്ല. ഇതുപോലെ ചെയ്യുന്നവന്മാരെ ഒരു 5 പേര് തൂക്കിക്കൊല്ല്. ഇങ്ങനെ ചേർത്ത് വീർപ്പിച്ച് ഇട്ടിരുന്ന് നമ്മൾക്ക് കിട്ടേണ്ട സമ്പാദ്യം, അതായത് ഓരോ പാവപ്പെട്ട മനുഷ്യനും കിട്ടേണ്ട പെൻഷൻ പോലും ശരിക്കും കറക്റ്റ് കൊടുക്കുന്നില്ല സർക്കാർ. ഇല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? കറക്റ്റ് കൊടുക്കേണ്ട പെൻഷൻ പോലും കറക്റ്റ് കൊടുക്കുന്നില്ല. ഈ വൃത്തികെട്ടവന്മാർ ജയിലിലിട്ട് തീറ്റി പോറ്റുന്നു വർഷങ്ങളോളം. ഓരോരുത്തന്മാർ കിടന്ന് 8ഉം 10ഉം വർഷമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവന്മാർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കി അവന്മാരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. അപ്പോൾ ഇത്രയും വർഷം ഒരു വ്യക്തിക്ക് എത്ര ഭക്ഷണം കൊടുത്തില്ലെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്ക് ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം ഒരു അരനാഴി അരിയുടെ ആഹാരം എന്തായാലും കൊടുത്തേ മതിയാവും. അത്രയെങ്കിലും കഴിക്കേണ്ടി വരും. അപ്പോഴത്തേക്കൊന്ന് ഓർത്ത് നോക്കൂ, എത്ര രൂപയുടെ ഭാരിച്ച ചിലവുകളാണ് ഈ സർക്കാർ ആവശ്യമില്ലാതെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഓരോ ക്രിമിനൽസിനെയും സംരക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജയിലിലിട്ട് തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവനെയൊക്കെ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ എന്തുമാത്രം പൈസയാണ് വേസ്റ്റായിട്ട് പോണത്. ഈ വൃത്തികെട്ടവന്മാർക്കുള്ള ഭക്ഷണം, ഇവന്മാർക്കുള്ള ഹെൽത്ത് പരിശോധന, ഡോക്ടേഴ്സിനുള്ള സാലറി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പോകുന്നത്. ഇവനെയൊക്കെ ഇങ്ങനെ വെറുതെ വിടരുത്. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ
ഇങ്ങനെ തെറ്റുകാരായിട്ടിരിക്കുന്ന മനുഷ്യരെ വർഷങ്ങളോളം വിചാരണ തടവുകാരാക്കി, ഇന്ന് വിചാരണ നാളെ വിചാരണ അങ്ങനെയൊന്നും വേണ്ട. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CC ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എവിടെ എന്ത് സംഭവിച്ചാലും തെളിവിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അധിക നാൾ ഇങ്ങനെയായിട്ട് തീറ്റിപ്പോറ്റാതെ മാക്സിമം പോയ ഒരു 6 മാസം. ഇതിനകത്ത് ഇവന് 6 മാസം പോലും സമയം നീട്ടിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇവനെയൊക്കെ നല്ല രീതിയിൽ പണി കൊടുത്ത് ഒരു 5 പേരെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ 5 പേരെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ പിന്നീടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാനായിട്ടൊരു പേടി തോന്നും. ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പണി കിട്ടും എന്നുള്ളൊരു പേടി തോന്നിയിട്ട് ആളുകൾ അതൊക്കെ ഒന്ന് പിന്മാറും. പക്ഷേ ഇതിപ്പം ഞാൻ പറയാനായിട്ട് നിന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സംഭവം ഇന്ന് കേട്ടൊരു വാർത്തയാണ് ഞാൻ ഇതൊക്കെ പറയാനുള്ള കാര്യം. സംഭവം തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ നടന്നൊരു സാധനമാണ്. കന്യാകുമാരി തമിഴ്നാടെന്ന് പറയുന്നത് വേറെ ദൂരെയൊന്നും അല്ല, പോരെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെയാണ് അല്ലേ, നമ്മുടെ അയൽ സംസ്ഥാനം തന്നെയാണ് നമ്മുടെ തമിഴ്നാടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, മാരിമുത്തു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ, ഒരു മഹാവൃത്തികെട്ടവൻ, ആ വൃത്തികെട്ടവന് സംശയമാണ് ഭാര്യയെ. അവൻ്റെ ഭാര്യയെന്ന് പറയുന്നത് അതായത് തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ 5 ഗ്രാമോ അങ്ങനെ പറയുന്നൊരു സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അവൻ്റെ ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആകെ 30 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് മറിയ സന്ധ്യ എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവളാണെങ്കിൽ അവിടെ അടുത്ത് ഉള്ള ഒരു മീൻ കടയിൽ, അതായത് തൂത്തുക്കുടിയിൽ മീൻ കമ്പനിയിൽ പോകുമായിരുന്നു, ജോലിക്ക് പോകുമായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ മുടിഞ്ഞ സംശയമാണ് ഇവളെ. അങ്ങനെ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ഇവർ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു പലതരത്തിൽ. അങ്ങനെ അവൾ അന്നും പതിവ് പോലെ അവളുടെ ജോലിയുമായിട്ട് അവൾ പോയിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ നപുംസകം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവളെ ഫോണിൽ വിളിച്ചു. പക്ഷെ അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവർ പല സാഹചര്യങ്ങളിലും ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഇവൾ തന്നെ ഇവനോട് പറഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ട് പോവണ്ട, ഞാൻ നിങ്ങളുമായിട്ട് ശരിയാവില്ല, ഈ പ്രശ്നം സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ബന്ധം വേർപെടുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിനുശേഷമാണ് ഇവളിങ്ങനെ ജോലിക്ക് പോയ ആ സമയത്തിന് ഇവളെ ഫോൺ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് ഇങ്ങ് വീട്ടിൽ വരണം, നീ എങ്ങും പോകണ്ട, നീ ഇങ്ങ് നമ്മുടെ വീട്ടിലിങ്ങ് വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പെണ്ണ് അങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇവള് വീട്ടിൽ വരുന്ന സമയത്ത് ഇവൻ TVയും കണ്ടുകൊണ്ടിരിക്കുകയാണ്, വൃത്തികെട്ടവൻ. അവൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ TVക്ക് നല്ല വോളിയം വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല വോളിയം വെച്ചിരിക്കുകയാണ് TVക്ക്. അവൾ അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ രീതിയൊക്കെ അങ്ങ് മാറി. ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ ഭ്രാന്തമായ മനസ്സ്, ഇവൻ്റെ വികലമായ മനസ്സുകൊണ്ട് ഇവൻ ആ പെങ്കൊച്ചിനെ കഷ്ണമായിട്ട് മുറിച്ചു, വെട്ടിക്കൊന്നു. അതിനുശേഷം ശരീരം പല പീസായിട്ട് മുറിച്ചു. ഈ മുറിച്ച പീസ് ഈ ശവം പിടിച്ചവൻ, ഈ എരണം കെട്ട നാറി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അത് ഇങ്ങനെ ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നത് കാരണം ഇവൻ നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്ന് കഴുകി വാരി. ഒന്ന് ഓർത്ത് നോക്കൂ, ഇവൻ്റെ മനസ്സിലുള്ള പൈശാചികത എത്രത്തോളമാണെന്ന്. സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യയെ ഇത്രയും നാളും ഒരുമിച്ച് ഷെയർ ചെയ്ത് ജീവിച്ച എല്ലാ ദുഃഖങ്ങളും, അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഷെയർ ചെയ്തില്ലെന്ന് വെച്ചോ, ശരീരമെങ്കിലും ഷെയർ ചെയ്ത് ഒരുമിച്ച് ജീവിച്ചതല്ലേ, എന്നിട്ട് ആ വൃത്തികെട്ട മരങ്ങോടം ചെയ്തത് അവളുടെ ശരീരത്തെ പീസുകളാക്കി. അതിനുശേഷം അത് കഴുകി വാരിയിട്ട് കവറിലോ മറ്റോ ആക്കിയിട്ട് കൊണ്ടുകളയണമെന്നാണല്ലോ, ഇത് കാത്തു വെച്ചുകൊണ്ടിരുന്ന് തിന്നാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് പട്ടിയുടെ ഈ ബ്ലഡിൻ്റെയൊക്കെ മണം പിടിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ, പട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. അങ്ങനെ ഇതായി. അപ്പോൾ ആ സമയത്തിന് ഇവൻ്റെ കയ്യിലിങ്ങനെ ഈ ഒരു കവറും കാര്യമായിട്ട് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് സംശയം തോന്നിയിട്ട് ആളുകൾ ചോദിച്ചെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ശരീരമല്ലേ, അപ്പോൾ ചോദിച്ചു എന്താ കാര്യം, ഇതെന്താ കൊണ്ടുപോകണമെന്ന് വെച്ചപ്പോൾ ഇറച്ചിയാണെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ കഴിക്കാൻ മേടിക്കുന്ന ഇറച്ചിക്ക് ഒരു മര്യാദയില്ലേ. അങ്ങനെ അത് സംശയം തോന്നിയ ആളുകൾ ഇത് കണ്ടിട്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് വന്ന് ഇവനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണ് സ്വന്തം ഭാര്യയുടെ ശരീരം കഷ്ണങ്ങളാക്കിയിട്ട് അത് കഴുകിയെടുത്തു. ഒന്ന് ഓർത്ത് നോക്കൂ, അവൻ്റെ മനസ്സ് എത്രത്തോളം പിശാചിൻ്റേതാണെന്ന്. അവനത് കഴുകി എടുത്തതിന് ശേഷം അവനത് വലിച്ചെറിയാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. അവനെ ജയിലിലടയ്ക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ജയിലിൽ തൽക്കാലം ഇവനെ ജയിലിലടയ്ക്കുമായിരിക്കും. പക്ഷേ ഇവൻ എന്ത് ശിക്ഷ കൊടുക്കണം ഒന്ന് ഓർത്ത് നോക്കൂ. എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കോടതിയോടാണ്. ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ഇവനൊക്കെ കൊടുക്കേണ്ട ശിക്ഷ എന്താണെന്നൊന്ന് പറയൂ.
ദയവ് ചെയ്ത് പറയൂ. ഇവനെയൊക്കെ ഉള്ള കാലം മൊത്തവും ജയിലിലിട്ട് തീറ്റിപ്പോറ്റേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? എല്ലാ മനുഷ്യർക്കും ഒരു ഉറുമ്പിന് പോലുമുള്ള വേദന വലുതാ തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യനെ പച്ച കത്തി കൊണ്ട് വെട്ടി കണ്ടിച്ച് പല പീസാക്കി കൊല്ലുക എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സ് എത്രത്തോളം ക്രൂരമായിരിക്കും. നാളൊരു സമയം ഇവ ഒരു ജീവപര്യന്തോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് ഇറങ്ങിയെന്ന് വെച്ചോ, ആ സമയത്തിനാണെങ്കിൽ പോലും ഇവൻ പിന്നീടും ഇത് തന്നെ കാണിക്കും. കൂടെ കഴിഞ്ഞ ഭാര്യയുടെ ശരീരത്ത് പീസാക്കി മുറിച്ച് മാറ്റാനായിട്ടുള്ള ആ ഒരു പിശാചിൻ്റെ മനസ്സുള്ള ഇവന് ആരെ വേണമെങ്കിലും കൊല്ലാനുള്ള മനസ്സില്ലേ? ഉണ്ടാവില്ലേ? അതും വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയെ. ഇനി 100 വയസ്സെന്ന് പറഞ്ഞാലും വേദന തന്നെയാണ്. ഞാൻ 30 വയസ്സെന്ന് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൾ ഇനി എന്തുമാത്രം ജീവിക്കേണ്ടതായിരുന്നു, എത്രയോ കാലങ്ങളോളം ജീവിക്കേണ്ടതായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട. പക്ഷേ പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സുരക്ഷിതമാക്കണം. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധം പിരിയാം. അല്ലാതെ ഒരാളെ കൊന്നു തീർക്കേണ്ട ആ ഒരു കാര്യമുണ്ടോ? അത് എത്രയോ വലിയ പൈശാചികമായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലാണോ ആ ആളിനെ കൊല്ലുന്നത് അതേ മെത്തേഡിൽ തിരിച്ച് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഇത്രയും പച്ച ശരീരത്തിൽ കത്തി കയറ്റാൻ മടിയില്ലാത്ത ആളുകൾക്കൊക്കെ വധശിക്ഷ തന്നെ കൊടുക്കണം. അതിനപ്പുറത്തോട്ട് ഒന്നും കൊടുക്കരുത്. ഒരുപാട് പേരെയൊന്നും വധിക്കേണ്ടി വരില്ല. ഒരു 5 പേരെ അടുപ്പിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ച് നോക്കൂ. അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആളുകൾക്ക് പേടി തോന്നും, തനിയേ പേടി തോന്നും. ഇപ്പോൾ 100 എടുക്കുകയാണെങ്കിൽ അതിൽ പകുതി ഇതുപോലുള്ള സംഭവങ്ങളെങ്കിലും കുറഞ്ഞിരിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ലാത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന ഒരു സംഭവമുണ്ട്, ഡിജിറ്റൽ ഇന്ത്യ ആക്കും, നമ്മുടെ ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യ ആക്കുമെന്ന്. ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന്, റോഡ് വികസനം ഒക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്ത് വികസനം വന്നിട്ട് എന്താണ് കാര്യം? എന്ത് വികസനം വന്നിട്ടും ഒരു കാര്യമില്ല. നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റണം, നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ പറ്റണം, നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിക്കാൻ പറ്റണം. ഇതുപോലെയുള്ള കന്നന്തിരിവും നന്ദയ്ക്ക് വിറക്കായിക്കും കാണിക്കുന്നവന്മാർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം, മരണശിക്ഷ തന്നെ കൊടുക്കണം. അതിന് സാധിക്കാതിരുന്നിട്ട് നമ്മുടെ രാജ്യം ഡിജിറ്റൽ ഇന്ത്യയാണെന്ന് പറയുന്നതിൽ എന്താ നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി എന്താണ് അതിൽ അർത്ഥമുള്ളത്? എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുമാത്രമല്ല, എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, അതുമാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേര് ഇന്നത്തെ കാലത്തും ആഹാരം പോലും കഴിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളുണ്ട്. നമ്മൾ എത്രയോ പേരുടെ വീഡിയോകൾ കണ്ടിരിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാടില്ലെങ്കിലും 1-2 വീഡിയോസെങ്കിലും നമ്മൾ അത്തരക്കാരെക്കുറിച്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഡിജിറ്റൽ ഇന്ത്യ ആക്കാനായിരിക്കുന്ന ഈ മഹാരാജ്യത്ത് മനുഷ്യരുടെ വിശപ്പ് ആദ്യം മാറ്റൂ. ഇന്നത്തെ കാലഘട്ടത്തിലും 2025 പിറക്കാനായിട്ട് പോകുന്നു. ഈ ഒരു കാലഘട്ടത്തിലും പട്ടിണി കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എന്താണെന്ന്. എന്തായാലും ഈ കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം നിങ്ങൾ. പിന്നീട് ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, കമൻറ്റ് വരുമ്പോൾ മാന്യമായ രീതിയിൽ മാക്സിമം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരങ്ങളായതുകൊണ്ടാണ് ഞാൻ അത്രയും ധൈര്യമായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ പെൺകുട്ടികളും കമൻറ്റ് സെക്ഷനിൽ വരുന്നതാണ്, അപ്പോൾ കുട്ടികളും വരുന്നതാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നീട് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇനി അധികമൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി. ബൈ.